ഇവിടെ ഇപ്പോൾ 3000 രൂപയാക്കും. പറയുന്നതിന് വേറെ പ്രയാസമില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഇത്തരം പെൻഷൻ കൊടുക്കുന്നുണ്ടോ? എവിടെയുമില്ല. അപ്പോൾ വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ 3000 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ എവിടെയുമില്ല. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ. അത് കേരളം നടപ്പാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോഴെന്താ ഇവർ പറയുന്ന കാര്യം എന്താ? സ്ത്രീകൾക്ക് 1000 രൂപ, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലിപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ അത് ലക്ഷക്കണക്കിന് ആളുകൾ കൊടുക്കാനുള്ള പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് അത് വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ എന്ന് പരിഗണിക്കാതെ എല്ലാവർക്കും 1000 രൂപ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. KSRTC ഞാൻ ചോദിക്കട്ടെ, KSRTC കുളം തോണ്ടിയ ഗവൺമെൻറ് അല്ലേ UDFൻ്റെ ഗവൺമെൻറ്? അത് പൂട്ടുമെന്നുള്ള വാർത്തകളായിരുന്നില്ല അക്കാലത്ത് എല്ലാം വന്നിരുന്നത്. ആ KSRTC ഇപ്പോൾ ലാഭകരമാക്കിയപ്പോൾ UDFുകാർ പറയാണ് ഞങ്ങൾ അത് അവിടെ സ്ത്രീകൾക്ക് അത് സൗജന്യമായിട്ടുള്ള യാത്ര സൗകര്യം കൊടുക്കും. ഇത് യഥാർത്ഥ പറ്റിക്കാനാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇവിടെ ഈ കേരളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ യുവജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ സംരംഭകരുടെ മേഖലയിൽ എത്ര വലിയ വികാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ UDFൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് 20ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളത്തിലെ വ്യവസായങ്ങളുടെ സൗഹൃദ സംസ്ഥാനം എന്നുള്ള സ്ഥാനത്ത് നിന്ന് 1ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കേരളം. കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തിൽ ഇതുപോലെ മുന്നേറ്റമുണ്ടാക്കിയ മറ്റൊരു കാലം ഏതാ? അതിനുവേണ്ടി എന്തെല്ലാം നടപടികൾ കേരളത്തിലെ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയാണ് പറയുന്നത് ഞങ്ങൾ യുവാക്കൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിതമായിട്ട് കൊടുക്കും. മുതിർന്ന പൗരന്മാർക്ക് ഈ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ ഉണ്ടാക്കിയ സ്റ്റേറ്റ് അല്ലേ LDFൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന ഈ കേരളം. അപ്പോൾ അവിടെ ഒരു പുതിയ കാര്യം, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ പ്രത്യേക വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു LDFൻ്റെ ഗവൺമെൻറ്. UDFൻ്റെ ഗവൺമെൻറ് ഇതിൽ ഏത് കാര്യം ചെയ്തുവെന്നാണ്? ഇപ്പോൾ നമുക്കറിയാം UDFൻ്റെ ഗവൺമെൻറ് കാലത്ത് മിക്കവാറും എല്ലാ ദിവസങ്ങളും ലോഡ് ഷെഡിംഗ് ആണ്. 10 കൊല്ലമായിട്ട് ലോഡ് ഷെഡിംഗ് ഇല്ല, പവർ കട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന കാലം, കുട്ടികൾക്ക് പാഠപുസ്തകം പോലും കിട്ടാത്ത കാലം. അവിടെ നിന്നാണ് 10 ലക്ഷം കുട്ടികൾ സ്കൂളിലേക്ക് വന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക്